നിങ്ങളുടെ കോളേജിൽ എനിക്കൊന്ന് 2-3 സെമസ്റ്ററുള്ള കുട്ടികൾ ഇവിടെ ഇല്ല അല്ലേ ഫാദറെ? 2-3 വർഷം വിദ്യാർത്ഥികളില്ല. എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മുടെ ഇടുക്കി റിപ്പോർട്ടർ രാഹുൽ വിജയൻ സ്ഥലത്തുണ്ടെങ്കിൽ വേദിയിൽ ഹാജരാകണം. അമരു രാഹുൽ വിജയൻ ഈ നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ ആനയെ ആൾക്കാർ കാണിച്ചു കൊടുത്ത ഒരാൾ രാഹുൽ വിജയനാണ്. അരിക്കൊമ്പന്റെ പിന്നാലെ നടന്ന് ജീവിതത്തിൽ 7 ദിവസം പോയി കിട്ടും, പിന്നെ 4 ദിവസം പോയാൽ ഇദ്ദേഹമായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് രാഹുൽ വിജയൻ ഈ കോളേജ്? നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. നമ്മുടെ 24 കണക്റ്റിനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ കൂടുതൽ ഇവിടെയാണ് നടത്തിയിട്ടുള്ളത്. പഠിച്ചെവിടെയാണ്? ഞാൻ പഠിച്ചെവിടെയല്ല, ഞാൻ പഠിച്ച ടീച്ചറാണ് ടീച്ചർ. ഓക്കെ, ആ ടീച്ചർ പറഞ്ഞു ടീച്ചർ നമ്മുടെ അപ്പൻ സാറിന്റെ സാഹിത്യത്തിലാണ് PhD എഴുതുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ PhD കാര്യം പറഞ്ഞു രാഹുലെ, വേറൊരു അധ്യാപകനെ കൂടി പരിചയപ്പെടണം. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ജോർജ് കുട്ടി കൊച്ചിക്കാലിക്കൽ. എനിക്ക് വളരെ താല്പര്യം തോന്നി അങ്ങനെ PhD ടോപ്പിക് കേട്ടപ്പോഴാണ്. ഞാൻ അതാണ് എല്ലാവരോടും നടന്ന് വ്യാപകമായി നടന്ന് ചോദിക്കുന്നത്, അങ്ങനെ ടോപ്പിക് എന്തോ, ആരാ ഗൈഡ്, ഏത് യൂണിവേഴ്സിറ്റി? അതെ, ഞാൻ PhD ചെയ്തിരിക്കുന്നത് ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡറിനെ കുറിച്ചാണ്. 2019 ഏഷ്യയിലെ തന്നെ ഏറ്റവും ഫോക്കസ് ഓൺ കേരളയാണോ? അതെ, മെയിൻലി ഇന്ത്യയും കേരളയുമാണ്. ഞാൻ ഇന്ത്യയിൽ കേരള സ്റ്റേറ്റിലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ മോഡറേറ്റ്ലി അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇന്റർവെൻഷൻ പ്രോഗ്രാം കൊടുത്ത് അതിലൂടെ അവരെ ഈ ഇന്റർനെറ്റ് ഗെയിമിൽ നിന്ന് വിമോചിതനാക്കാൻ വേണ്ടിയിട്ടുള്ള പഠനമായിരുന്നു എന്റേത്. 2019 തന്നെ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിന്റെ വേൾഡ് കോൺഗ്രസിൽ 6th വേൾഡ് കോൺഗ്രസിൽ ന്യൂയോർക്കിൽ ഞാൻ കീനോട്ട് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഞാനിപ്പോൾ ന്യൂമാൻ കോളേജിൽ സൈക്കോളജി വിഭാഗത്തിൽ അധ്യാപകനായിട്ട് സേവനം ചെയ്യുന്നു. ഓക്കെ, അപ്പം അങ്ങ് കുറച്ചധികം സൈക്കോളജി മനസ്സിലായ സ്ഥിതിക്ക് കുട്ടികളെ സൈക്കോളജിക്കലായിട്ടൊന്ന് ഡീൽ ചെയ്യണം. തീർച്ചയായിട്ടും സാറേ, കാരണം ഇന്നത്തെ ഈ ലഹരിയുടെ ഏറ്റവും വലിയ പ്രശ്നം, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഗെയിമിങ്ങിന്റെ ഈ അഡിക്ഷന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഒന്ന്, അവര് എസ്കേപ്പിസം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ 2K കിഡ്സിന് ഈ യുഗത്തിൽ താമസിക്കും ഒരുപാട് പ്രശ്നങ്ങൾ. അത് സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. നമുക്ക് ഈ ഇടയ്ക്ക് തന്നെ വീട്ടുകളിൽ നിന്ന് ഒടിച്ചോടി പോയ കൊച്ചിനെ ബോംബെയിൽ നിന്ന് പിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വീടുകളിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്നുള്ളതാണ്. അതായത് വാസയോഗ്യമാകേണ്ട കുടുംബങ്ങൾ പോലും വാസയോഗ്യമല്ലാതെയായി തീരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, പ്രഷർ സീക്കിങ്. സന്തോഷം എപ്പോഴും പഠിത്തം മാത്രമല്ലല്ലോ. അവർക്ക് പേരിട്ടത് എക്സ്റ്റസി എന്നാണ്, ഹർഷോന്മാദം. അതെ. അപ്പൊ ഈ പ്രഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഈ അഡിക്ഷനിലേക്കും അതുപോലെ ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികൾ പോകുന്നത്. അതുകൊണ്ട് സമൂഹത്തിൽ ഇത് വളരെ ഒരു അലേർട്ട് കോളാണ് നമുക്ക് നൽകുന്നത്. സമൂഹം തീർച്ചയായിട്ടും തിരിച്ചറിയുകയും മാതാപിതാക്കൾ തിരിച്ചറിയുകയും അധ്യാപകർ തിരിച്ചറിയുകയും കലാലയങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഈ വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട NCC കേഡറ്റ്, പ്രിയപ്പെട്ട കോളേജ് അധികാരികളെ, നമുക്ക് ചെറിയൊരു കാര്യം നിങ്ങളോട് നമ്മൾ പറയും. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ഒരു യാത്രയാണിത്. പ്രേക്ഷകർക്ക് ലോകമെമ്പാടും തത്സമയം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ ന്യൂമൻ കോളേജിൽ നടക്കുന്ന ഈ ചെറിയ ചടങ്ങ് നിങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉദ്ദേശമേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ 2021 മുതലാണ് ഈ കുട്ടികളിൽ നിന്ന് ഇങ്ങനെയുള്ള ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്. അന്നൊരു 600-681 ആൾക്കാരിൽ മാത്രമേ ഇങ്ങനെ ഒതുങ്ങി നിന്ന സംഭവം ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇരട്ടിയായി വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് 5000 2024 ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയ അപകടം ആദ്യം 10% പ്രായപൂർത്തിയാകാത്ത കുട്ടികളിലായിരുന്നെങ്കിൽ ഇപ്പോൾ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ ഈ അഡിക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഈ 2 മാസം വന്നിരിക്കുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 600ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിക്കും ഒരു കഴിഞ്ഞ വർഷത്തെക്കാളും 1000 കുട്ടികൾ കേസുകൾ കൂടി കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാനാണ് സാധ്യത. മാത്രമല്ല, കൊലപാതകങ്ങൾ കൂടുന്നു, അക്രമവാസന പെരുകുന്നു. ഒരു 2 മാസത്തിനിടെ 70 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 30 പേരും MDMA കഴിച്ചിട്ടുള്ള സംഭവമാണ്. ഞങ്ങളെ ഏറ്റവും ആലോചനപ്പെടുത്തുന്നത് കുട്ടികളിൽ ഈ സ്വാധീനം വളരുന്നു, പെൺകുട്ടികൾ ഇതിന് അഡിക്റ്റ് ആവുന്നു. പെൺകുട്ടികളിൽ തന്നെ കാരിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ പോയ പല പള്ളിക്കൂടത്തിലും നമുക്ക് ലഭിച്ച വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികളെ കാരിയറാക്കുന്ന ആളുകൾ കുട്ടികൾക്ക് പിന്നാലെ ഉണ്ട്. ഈ വലവിരിച്ച് നടക്കുന്ന ആൾക്കാർ വിദേശത്ത് നിന്ന് കെട്ടിയിറക്കിയവരാണ് നിങ്ങൾ ഒരിക്കലും കരുതേണ്ട, മലയാളികൾ തന്നെയാണ്. ഈ മലയാളികൾ വിദേശ നാടുകളിലിരിക്കുന്ന ഈ മാഫിയ രാജാക്കന്മാരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നു. ആർത്തി മൂത്ത് വട്ടായിട്ട് ആളുകൾ സ്കൂൾ വരാന്തയിലും കോളേജ് വരാന്തയിലും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില മിഠായിയുടെ രൂപത്തിലൊക്കെ ചില സാധനങ്ങൾ അവർ വച്ച് നീട്ടും. നിങ്ങൾ ഒരിക്കലും അപരിചിതരുടെ പെൺകുട്ടികളെ പ്രത്യേകിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഈ കൂൾ എന്നൊക്കെ പറഞ്ഞൊരു മിഠായി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കൂൾ മിഠായി വിതരണം ചെയ്യുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചോക്ലേറ്റിലൊക്കെ ലഹരി കലർത്തി അതിൽ നിങ്ങളെ അഡിക്റ്റ് ആക്കുക. എനിക്ക് നിങ്ങളൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ എപ്പോഴെങ്കിലും
സമയം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഈ MDMA എന്ന് പറയുന്ന മാരകമായി രാസലഹരിക്ക് അഡിക്റ്റായ ഒരാളെ പരിചയപ്പെടണം. പരിചയപ്പെടാന്ന് വെച്ചാൽ നിങ്ങളെ ഇവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല. കാര്യം അതുകൊണ്ടാണ് ഈ പെറ്റ തള്ളയാണോ പെറ്റ അച്ഛനാണോ ഒന്ന് കൺമുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ കത്തിയെടുത്തവരെ പള്ളയ്ക്ക് കുത്തുന്നത്. നിങ്ങൾക്കറിയാം, അമ്മയെ മനസ്സിലാവില്ല, വാപ്പയെ മനസ്സിലാവില്ല, അച്ഛനെ മനസ്സിലാവില്ല, അപ്പച്ചനെ മനസ്സിലാകില്ല. കാരണം MDMA എന്ന് പറയുന്ന ഒരു മാരകമായ വിഷമാണ്. ആമാശയത്തിൽ കിടന്നൊരു ഒരു MDMA കവർ പൊട്ടി കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരാൾ മരിച്ച കാര്യം നിങ്ങൾ മറക്കരുത്. അതൊക്കെ വാർത്തയിൽ വന്നതാണ്. അതൊന്നും ഞാൻ ഓർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു 10-75-80 വർഷക്കാലം വളരെ ക്വാളിറ്റിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. എന്നാൽ MDMA പോലുള്ള രാസലഹരി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് 7 കൊല്ലമായിരിക്കും ചിലപ്പോൾ പരമാവധി ജീവിക്കാൻ കഴിയുക. അതും ഒരു ക്വാളിറ്റി ലൈഫല്ല. കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വരും, ശരീരം മുഴുവൻ ഉടഞ്ഞുലഞ്ഞ് നാശമായി ഇങ്ങനെ വിചിത്രമായ ഭാവകാവാദികൾ കാണിക്കുന്ന ആളായി മാറും. തലച്ചോറിലെ ഉള്ള എല്ലാ സിഗ്നലുകളും നിങ്ങൾക്കറിയാം. മനുഷ്യ ശരീരത്തിൽ തലച്ചോറിൽ വരുന്ന സിഗ്നലുകളാണ് ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിച്ച് നമ്മളെ കൊണ്ടൊരു ജോലി എടുപ്പിക്കുന്നത്. ഞാനിപ്പോ ഈ മൊബൈൽ എന്റെ കൈ പിടിച്ചിരിക്കുന്നത് തലച്ചോറ് പറയുന്ന ഒരു സിഗ്നൽ കൊണ്ടാണ്. ഇടത് കൈ പിടിച്ചോടാ, അല്ലെ തറ വീഴും എന്ന് നമുക്ക് സിഗ്നൽ കിട്ടുന്നത് ഈ CPU എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിന്റെ CPU എന്ന് പറയുന്ന പോലെയുള്ള തലച്ചോറിൽ നിന്നാണ്. അപ്പൊ ഈ സിഗ്നൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോകും. മനസ്സൊക്കെ ആകെ പ്രശ്നമാകും. നിങ്ങൾക്ക് വല്ലാത്ത ഹാലുസിനേഷൻസ്, നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, മനഃശാസ്ത്രം പഠിച്ച പ്രൊഫസർ ഇദ്ദേഹത്തിന് അറിയാം. ഹാലുസിനേഷൻസ്, വിചിത്രമായ സ്വപ്നങ്ങൾ നിങ്ങളെ വേട്ടയാടും. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കൺമുന്നിലുള്ള ബന്ധുക്കളെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഇത്തരമൊരു അപകടം നിറഞ്ഞ ജീവിതം തെരഞ്ഞെടുക്കണോ എന്ന് ആലോചിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വരെ MDMA ഇരയാകുന്ന വൃത്തികെട്ട ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിൽ ഞാനെന്നോ നിങ്ങളെന്നോ തൊടുപുഴ ന്യൂമാൻ കോളേജെന്നോ എറണാകുളം മഹാരാജാസ് എന്നോ വ്യത്യാസമില്ല. ഏത് കോളേജിലേക്കും ഇത്തരം നരാധമന്മാർ കടന്നു വരും. അവരെ ആട്ടി അകറ്റേണ്ടത് ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകളുടെയും കോളേജ് മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ജോലിയാണ്. നിങ്ങൾ ഏറ്റവും അടുപ്പം പുലർത്തുന്നതും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും നിങ്ങളുടെ വീട്ടിലാണ്. അപ്പൊ ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴി ഏതെങ്കിലും ഒരുത്തിന് വന്ന് നിങ്ങളെ പരിചയപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞവനാണെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാതെ 8ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ കള്ളപ്രചാരണത്തിലൂടെ നിങ്ങളെ വിധേയമാക്കി വീട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോകാൻ, അതാണ് വാക്കിപ്പം, ചാടിച്ചു കൊണ്ടുപോകാം. അപ്പൊ MDMAക്ക് നല്ലൊരു പേര് വിട്ടിട്ടുണ്ട്, എക്സ്റ്റസി. അത് ഉന്മാദത്തിലേക്കും വർഷോന്മാദത്തിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റായ വഴിക്ക് നയിക്കുന്ന വലിയ ആളുകൾ. നിങ്ങളുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. ഇന്ന് പല വീടുകളിലും വീട്ടമ്മമാർക്ക് കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്കും കലാലയത്തിലേക്കും പോയി കഴിയുമ്പോൾ വല്ലാത്ത പേടിയാണ്. പോയ വഴിക്ക് അതേപോലെ കുട്ടി തിരിച്ചു വരുമോ എന്ന ഭയം. ഏതെങ്കിലും ഇതുവരെ പരിചയമില്ലാത്ത ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരനെ കണ്ടു കഴിയുമ്പോൾ പ്രണയം മണ്ണാങ്കട്ടാന്നൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ പോവുക. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അവന്റെ തരിതരം പുറത്തു വരും. അതോടെ വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രണയത്തിന്റെ ഒരു ലോകത്ത് നിൽക്കുന്നതിനോടൊന്നും ഈ കളവനായ എനിക്ക് വിരോധമൊന്നുമില്ല. അതേസമയം നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ആള് വളരെ പ്രധാനമാണ്. ചിലപ്പം കൊലപാതകയായിരിക്കും. 6 വർഷങ്ങളായ ഒരുത്തന്റെ പിറകെ നടന്ന് നമ്മുടെ ജീവിതം അവൻ അടിയറവ് വെച്ചിട്ട് നമ്മൾ തകർന്ന തരിപ്പണമാകണോ എന്നുള്ള കാര്യം എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം, നിങ്ങളെ ഒരിക്കലെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഒരു MDMAയോ രാസലഹരി ഉപയോഗിച്ച് ഒരുവനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഈ വഴിക്ക് പോകില്ല. സ്വബോധം എന്തെന്നറിയില്ല. അങ്ങനെ MDMA കഴിച്ച ഒരാളുടെ മാനസിക നില മനോരോഗത്തിന് അടിമയായ ഒരാളിനെ പോലെ ഇരിക്കും. മനോരോഗം അയാളുടെ കുറ്റമല്ല. നിങ്ങൾക്കറിയാം, ഒരു ജീൻ ഫാക്ടറിലൊക്കെയാണ് പലപ്പോഴും മനോരോഗം ഉണ്ടാകുക. ഈ മനോരോഗം വന്ന ഒരു പേഷ്യന്റ് എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കും. മനോരോഗിയോട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനോരോഗമുള്ള ആള് എപ്പോഴും അയാൾക്കൊരു തിരിച്ചറിവ് അങ്ങനെ ഉണ്ടാകില്ല. ഈ തിരിച്ചറിവും അവബോധവും ഒക്കെ നഷ്ടപ്പെട്ട ഒരാളാണ് ഈ മനോനില തെറ്റിയ ഒരു രോഗി. അതുപോലെയാണ് നമുക്ക് ഇതിലും കാണാൻ കഴിയും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. അതുപോലെ നിങ്ങൾ 2K കിഡ്സ് എന്ന് ഓവന പേരിട്ട് വിളിക്കുന്നവരാണ്. ഈ വേണ്ടാത്ത ഗെയിമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടും പണം കടം വാങ്ങിയും വീട്ടുകാർക്ക് ഭയങ്കര ഭാരമായി നിങ്ങൾ മാറരുത്. വീട്ടിലെ അമ്മമാരോട് നമുക്ക് പറയാനുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്ന് ബാഗ് പരിശോധിക്കണം. നമ്മൾ കുറച്ചു കാലത്തേക്ക് മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് ഇതിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടരുത്. നമുക്ക് അവകാശം, നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാലല്ലേ നമുക്ക് അവകാശമുള്ളൂ. നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. സത്യത്തിൽ ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് നിങ്ങൾ. വിരൽത്തുമ്പിൽ നിങ്ങൾക്ക് എല്ലാ വിജ്ഞാനമുണ്ട്. ലോകത്തിന്റെ ഏത് നാട്ടിലേക്കും നിങ്ങൾക്ക് ചേക്കേറാം. ഇവിടെ പോയി നിങ്ങൾക്ക് ജോലി ഉണ്ടാകാം. വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാം. ഓൺലൈൻ ചാനലുകൾ തുടങ്ങാം.
എന്തെല്ലാം സാധ്യതകളാണ് നിങ്ങളുടെ മുന്നിൽ കണ്ണുറക്കുന്നത്. ആ സമയത്താണ് അതെല്ലാം തച്ചുടച്ച് തകർത്തെറിഞ്ഞ് നിങ്ങൾ ഈ രാസലഹരിക്ക് പിന്നാലെ പോകും. നിങ്ങൾ പോയി എന്നുള്ളതല്ല, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കോളേജിന്റെ പ്രശസ്തിയും റെപ്യൂട്ടേഷനും തകർക്കാൻ ഒരൊറ്റ വിദ്യാർത്ഥിനിയോ മതി. നിങ്ങൾ ധൈര്യമായിട്ട് എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, MDMA പോലൊരു മാരക ലഹരി ആരെങ്കിലും കൈവശം വയ്ക്കുകയോ ഉപയോഗിക്കുകയോ ഉണ്ടെന്ന് മനസ്സിലായാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസിനും പ്രിൻസിപ്പലിന്റെ മാനേജ്മെന്റ് അനുമതിയില്ലാതെ ഈ തൊടുപുഴ ന്യൂമാൻ കോളേജിലേക്കും കടന്നു വരാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങള് വളരെ വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണണം. ഞങ്ങള് കാസർഗോഡ് വരെ നടത്തുന്ന യാത്രയാണ്. ഈ 30 ദിവസം കൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ MDMA വിറ്റഴിക്കുന്ന അവസാനത്തെ ആളും കേരളം വിട്ടു പോകണം. അതുപോലെ കേരളത്തിന് പുറത്ത് കേരളത്തിലേക്ക് ലഹരി ഒഴുക്കിവിടുന്ന ഉറവിടങ്ങളെല്ലാം നമ്മുടെ മിടുക്കരായ പോലീസ് സേന പോയി തകർത്ത് കളയണം. ഇത് രണ്ടും നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് കുട്ടികൾ നമ്മോടൊപ്പം സഞ്ചരിക്കുമെന്നാണ് വിശ്വാസം. നമ്മളെല്ലാം ഒരേ സ്വരത്തിൽ പറയും, നോ ടു ഡ്രഗ്, നോ ടു വയലൻസ്. ഡ്രഗ് കഴിക്കുന്നതുകൊണ്ടാണ് വലിയ അക്രമത്തിലേക്ക് ആൾക്കാർ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ആ ഒരു നല്ല അവസ്ഥയിലേക്ക് നല്ലൊരു പുലരി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പ്രതിജ്ഞയിലേക്ക് കടക്കണം. വിജയകുമാർ, നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങും. മോർണിംഗ് ഷോ അതോടെ അവസാനിക്കും. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ കൂടി എനിക്കൊപ്പം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പറയും പ്രതിജ്ഞയിലേക്ക് കടക്കാം. ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. അതെ, നമ്മൾ വളരെ ആത്മാർത്ഥത കിനിയുന്ന, രക്തം കിനിയുന്ന ആത്മാർത്ഥതയിൽ വേണം നമ്മൾ ഈ പ്രതിജ്ഞ ചൊല്ലാൻ. അത്ര അപകടം പിടിച്ച ഒരു അവസ്ഥയിലൂടെ ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. നമുക്ക് വിജയകുമാർ, നമ്മുടെ ബാൻഡ്, ന്യൂമാൻ കോളേജിന്റെ ബാൻഡ് സംഘം വന്നിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് കാണാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.